ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ജീവിതം വിജയിപ്പിച്ചെടുക്കാൻ ഏവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും സാധിക്കുന്ന. പക്ഷേ ഏത് മാർഗത്തിലൂടെ പോയാലാണ് ജീവിതം വിജയിക്കുക എന്നത് നാം മനസ്സിലാക്കാത്തോടത്തോളം കാലം നാം തിരഞ്ഞെടുക്കുന്ന മാർഗം തീരുമാനിക്കും ജീവിതം എങ്ങനെയാണെന്ന്. പല കൂട്ടുകെട്ടിലും പെട്ട് ഇതാണ് ശരിയെന്ന് തോന്നി അവസാനം വലിയ ട്രാപ്പിൽപ്പെട്ട് മാനസികമായ പല പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കീർണതകളും അനുഭവിച്ച് ഇന്ന് മരുന്നുകൾക്ക് അടിമപ്പെടുന്ന, ഡിപ്രഷൻ വന്ന് രോഗികളാവുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന യുവാക്കളുടെ യുവതികളുടെ എണ്ണം കൂടി വരികയാണ്. എന്താണ് അതിന് കാരണം? അവർക്ക് തോന്നി അവർ പോകുന്ന മാർഗം ശരിയാണ്. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് പല വെല്ലുവിളികളും പ്രയാസങ്ങളും നിറഞ്ഞാണ്, അവർക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. IIT എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരെ എൻജിനീയറിംഗ് സ്കില്ലിലേക്കും മാനേജ്മെൻറ്റ് സ്കില്ലിലേക്കും പല ഫീൽഡിലേക്കും അവരെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ന് ആ IITയിൽ ഇത്രയും ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന IITയിൽ മിനിമം ഒരു 100 കുട്ടികളെങ്കിലും ഒരു വർഷം ഇന്ത്യയിൽ IITകളിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണ്ടുപിടിച്ചത്. ഇന്ന് എത്രയോ യുവാക്കൾ, ചെറുപ്പക്കാർ ഹൈ പ്രൊഫഷണൽ ഡിഗ്രി കയ്യിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. എന്തേ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർക്ക് പല പ്രശ്നങ്ങൾ നേരിടാൻ പറ്റാതെ പോയത്? അവിടെയാണ് വിദ്യാഭ്യാസത്തിനും പരാജയം പറ്റിയത്. എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമല്ല ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജീവിക്കാനുള്ളൊരു വഴി മാത്രമാണ്. എന്നാൽ ജീവിതത്തിൽ നേരിടേണ്ട പ്രശ്നങ്ങളെ, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ അതിനും ഒരു വഴി വേണം. അതിനും അറിഞ്ഞിരിക്കണം അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നേരിടേണ്ടത്. ആ വഴിയാണ് ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം വിദ്യാഭ്യാസത്തിനോടൊപ്പം ഭഗവത്ഗീതയും കൂടെ പഠിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ IITയിലെയും അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള കുട്ടികളൊന്നും ആത്മഹത്യയില്ലായിരുന്നു. കാരണം അവർക്ക് മനസ്സിലാവും ഗീതയിലൂടെ എങ്ങനെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ നേരിടേണ്ടത്, തരണം ചെയ്യേണ്ടത്, മറികടക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഭഗവത്ഗീത ഒരു ഉത്തമ ജീവിത പ്രതിസന്ധിയെ നേരിടാനുള്ള മാർഗമാണ്. യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, യുവതികളോട് പറയാനുള്ളത്, അന്ധമായി ജീവിക്കരുത്. എനിക്കൊന്നും വരില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ധാർഷ്ട്യം ഇത് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. വലിയ കരുത്തനായ കാട്ടാനെ പോലും ഒരു പിടിയാനയ്ക്ക് കുഴിയിൽ വീഴ്ത്താൻ നിമിഷങ്ങളെ വേണ്ടു. ഇതുപോലെ കരുത്തരായ ഏതു മനുഷ്യരെയും ചില ദൗർബല്യങ്ങൾക്ക് വീഴ്ത്താൻ പറ്റും. അതിൽ കടന്ന് പിന്നെ മാനസികമായി താളം തെറ്റി ജീവിതം മുഴുവൻ വിഷമവും വേദനയും വിഷാദവും കൊണ്ട് തകർന്നടിഞ്ഞ് ജീവിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ പറയുന്ന വഴിക്ക് പോയിക്കോളൂ. അതല്ല, എനിക്ക് പല പ്രശ്നങ്ങളെയും നേരിടുമ്പോൾ അതിനെ നേരിടാനുള്ള ശരിയായ മാർഗം അറിയാതെ പോയാൽ കാലിടറും, അടിതെറ്റിയാൽ ആനയും വീഴും എന്നൊക്കെ നാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അടിതെറ്റാതെ, അടിപതറാതെ എനിക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗം, വഴി, കാഴ്ചയുണ്ടാവണം. അതിനാണ് ഗീത പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഭഗവത്ഗീത നിരന്തരം നാം വായിച്ചു മനസ്സിലാക്കിയാൽ ഓരോ സന്ദർഭത്തിലും നമുക്ക് നേരിടേണ്ട പ്രശ്നങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്നൊരു വ്യക്തത നമുക്ക് കിട്ടും. ഗാന്ധിജി പറഞ്ഞതുപോലെ എപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ടോ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, പ്രയാസങ്ങൾ വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ ഗീതാമാതാവിൻ്റെ അടുത്താണ് പോവുക. ആ ഗീതയിലെ 1-2 ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്ന വ്യക്തമായ ഉത്തരം, വ്യക്തമായൊരു ദർശനം, വ്യക്തമായൊരു മാർഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടാറുണ്ട്.
ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. അപ്പം അദ്ദേഹത്തിന് പോലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഗീത ഒരു വഴികാട്ടിയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഈ ഒരു ഭഗവത്ഗീത ദർശനം കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ലേ? അതുകൊണ്ട് ഗീത പഠിക്കണം, ഗീത മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ, ഐശ്വര്യമാക്കാൻ, കൃതാർത്ഥമാക്കാൻ, പവിത്രമാക്കാൻ. അപ്പം അങ്ങനെ നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ 4-ാം അധ്യായത്തിലെ 24-ാം ശ്ലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു അതിൻ്റെ വ്യാഖ്യാനം. എങ്കിൽ ഒന്നുകൂടി വിശദീകരിച്ച് നമുക്ക് നോക്കാം. ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ചൊല്ലാം. എല്ലാവരും ഏറ്റുചൊല്ലുക. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. സാധാരണ ഈ ശ്ലോകം ഊണ് കഴിക്കുമ്പോഴാണ് ചൊല്ലാറെന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് നോക്കാം. എങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈ ശ്ലോകം ശാസ്ത്രലോകം പോലും നമിച്ചു പോകുന്ന ശ്ലോകമാണ്. കാരണം എവ്രിതിങ് ഇവോൾവ് ഫ്രം എൻ ഇൻഫിനിറ്റ് പവർ എന്ന് മോഡേൺ സയൻസ് പറയുമ്പോൾ 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറയുന്നു ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, എല്ലാം ബ്രഹ്മം തന്നെ. എവ്രിതിങ് ഈസ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്വാദ് എന്ന് വെച്ചാൽ എല്ലാം ഒരേ ഇൻഫിനിറ്റ് ആയിട്ടുള്ള, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണമായ ശാശ്വതമായ അനന്തമായ ശക്തിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർമ്മ വേണം, ഞാനെന്ന് പറയുന്നതൊരു ഇൻഡിവിജ്വൽ അല്ല. ഐ എം എ പാർട്ട്. ഞാനൊരു ഇൻഫിനിറ്റിൻ്റെ പാർട്ടാണ്. എപ്പോഴും നമുക്ക് ആ ബോധമുണ്ടാവണം. അപ്പോൾ എൻ്റെ ശക്തി മുഴുവൻ ആ ഇൻഫിനിറ്റിലുണ്ട്. ഇപ്പം ഞാൻ എന്നെ ആ ഒരു പൂർണ്ണതയിലേക്ക് ബ്രഹ്മാർപ്പണം അർപ്പിക്കണം. അപ്പോഴാണ് ആ ശക്തി എനിക്ക് എന്നിലേക്ക് ആവാഹിക്കപ്പെടുന്നത്, എന്നിലേക്ക് വികസിക്കപ്പെടുന്നത്. നാം എപ്രകാരമാണോ നമ്മളിലാണ് സമർപ്പിക്കേണ്ടത്. ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് നാം നമ്മളെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രഹ്മമാണ്, സമർപ്പിക്കുന്നതും ബ്രഹ്മമാണ്. കാരണം ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുക എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൻ്റെ ഭാഗമായ നാം യഥാർത്ഥ ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്പം നമ്മൾ കടൽ പുഴ എന്ന് വിളിക്കുന്ന പോലെയാണ് അവിടെ. പുഴയും കടലും ഒക്കെ ഒന്ന് തന്നെ, വെള്ളം തന്നെയാണ്. ഇപ്പോൾ വെള്ളത്തിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ യുക്തി ചേരുമോ? കാരണം വെള്ളത്തിലേക്ക് സമർപ്പിക്കാതെയും വെള്ളം തന്നെയാണ്. വെള്ളത്തിലേക്ക് സമർപ്പിച്ചാലേ വെള്ളമാവുന്നുണ്ടോ? അതൊരു വിഡ്ഢിത്തരമാണ്. കാരണം വെള്ളത്തിലേക്ക് സമർപ്പിക്കാതെയും വെള്ളം തന്നെയല്ലേ. പക്ഷേ നമ്മൾ കാണുന്ന പുഴ കടലിലേക്ക് ചേരുമ്പോൾ കടലായി മാറുന്നത്. വാസ്തവത്തിൽ പുഴയും കടലും എന്താണ്? വെള്ളത്തിലേക്ക് ചേരുന്നതല്ലേ. ഇനി കടലിലേക്ക് ചേരുമ്പോഴാണോ പുഴ കടലായി വെള്ളമായി തീരുന്നത്? ഇത് രണ്ടും വാക്കുകളാണ്. പുഴ കടൽ അടിസ്ഥാനം രണ്ടും ഒന്നാണ്. ഇതുപോലെ നാം എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് പവർ, ഇൻഫിനിറ്റ് ശക്തിയുടെ ഭാഗമാണ്. വാസ്തവത്തിൽ ആ ഇൻഫിനിറ്റ് ശക്തി തന്നെയാണ് നമ്മൾ. പക്ഷേ നമ്മളിപ്പോൾ ഇൻഫിനിറ്റ് അല്ല. കാരണം ദുർബലരാണ്. പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമ്മളെ അലട്ടുമ്പോൾ നാം മാനസികമായിട്ടാകെ താളം തെറ്റുന്നു. അപ്പം നമ്മൾ താളം തെറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ശക്തിയിൽ നിന്ന് നാം അകന്നിരിക്കുന്നുകൊണ്ടാണ്. ആ ശക്തിയുമായി നമുക്ക് അടുപ്പമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ തളരാതെ പോകണമെങ്കിൽ നാം ആ ശക്തിയിലേക്ക് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. ബ്രഹ്മാർപ്പണം. അതുകൊണ്ടാണ് കൃഷ്ണൻ ആ വാക്കാദ്യം ബ്രഹ്മാർപ്പണം. അതെങ്ങനെ ബ്രഹ്മാർപ്പണം ചെയ്യാം? അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ യുക്തി നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി കൃഷ്ണൻ പറഞ്ഞ എത്രമാത്രം ശാസ്ത്രീയമാണ് നമ്മൾ നോക്കുക. നമ്മൾ ചുറ്റുപാട് നോക്കൂ. നിങ്ങൾ ഏത് ജീവജാലങ്ങളും ഇവിടെ വളർന്നു വരുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട്. ഒന്ന്, ജീവനും വേണം. 2, ആ ജീവന് അനുസരിച്ച് അനുകൂലമായ ഒരു ശാരീരിക സ്ഥിതിയും വേണം, അവസ്ഥയും വേണം. എങ്കിലേ ഏതൊരു ജീവനും ഇവിടെ വളർന്ന് വികസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പ്രകൃതിയുടെയും കൂടെ ഒരു സഹായം വേണം. ഇനി പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി എന്ന് പറയുന്നത് വെള്ളം, അതുപോലെ സൂര്യൻ, വായു തുടങ്ങിയുള്ള ഘടകങ്ങളാണ്, ഭൂമി തുടങ്ങിയുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഈ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് പലതും ഇവിടെ രൂപീകൃതമാകുന്നത് അല്ലെങ്കിൽ രൂപങ്ങളായി മാറുന്നതിന് ജീവൻ്റെ തന്നെ അനുഗ്രഹം കൂടിയുണ്ട്. ജീവനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇപ്പോൾ ഒരു വിത്തിനകത്ത് ജീവനില്ലെങ്കിൽ ആ വിത്ത് എങ്ങനെ ചെടിയാവും?
നിങ്ങൾ വറുത്ത വിത്തിനെ ഇതുവരെ ഒന്ന് മുളപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മുളയ്ക്കുമോ? അപ്പം അതിൽ ജീവനും കൂടി വേണം. ഇപ്പം ജീവനും പ്രകൃതിയും ഇത് രണ്ട് സമന്വയിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ പലതും വളർന്ന് വികസിച്ച് വരുന്നത്. ഇനി ഇതെല്ലാം ഒരേ സത്യം തന്നെയാണ്. ഒന്നൊന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരേ സത്യത്തിലേക്കാണ് സമർപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നു. ഈ ശരീരം എന്ന് പറയുന്നത് ആഹാരം കഴിച്ച് ഡെവലപ്പ് ചെയ്താണ്. ഇപ്പം നമ്മുടെ ശരീരം ആഹാരം കഴിച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആഹാരം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ് വാസ്തവത്തിൽ, അല്ലേ? എന്നാൽ വെറും സൂര്യൻ എന്ന് പറയാൻ പറ്റില്ല. സൂര്യൻ്റെ ഒരു പ്രധാനമായ റോൾ അതിലുള്ളത് കൊണ്ടാണ് ഇവിടെ ആഹാരം രൂപപ്പെടുന്നത്. നോക്കൂ, നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ, ആ ഫോട്ടോസിന്തസിസ് സംഭവിക്കുമ്പോഴാണ് ഈ ചെടികളിലുള്ള ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടെ ചേർന്ന് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുന്നത്, ഷുഗറായി കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോസ് തന്നെയാണ് അതിൻ്റെ സെല്ലുലോസും അതുപോലെ തന്നെ തുടർന്നുള്ള അതിൻ്റെ സ്റ്റാർച്ചും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പിന്നീടാണ് ആ സ്റ്റാർച്ചാണ് പിന്നീട് ഫലങ്ങളായിട്ട് മാറി നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ഇതിനൊക്കെ കാരണം സൂര്യനാണ്. സൂര്യനില്ലെങ്കിൽ ഈ പ്രോസസ്സേ നടക്കില്ല. എന്നാൽ വെറും സൂര്യൻ എന്ന് പറയാൻ പറ്റില്ല. അതിലുള്ള ജലാംശം, അതിലുള്ള അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. എന്നാൽ സൂര്യൻ എന്നൊരു ഘടകമില്ലെങ്കിൽ ഇത് വല്ലതും സംഭവിക്കുമോ? ഇനി നോക്കൂ, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന ചോറ്, പച്ചക്കറി എല്ലാം സൂര്യൻ തന്നെ എന്ന് വയ്ക്കുക. കാരണം സൂര്യൻ എന്ന ഊർജ്ജമാണ് അതിനെ ഈ രൂപത്തിൽ നമുക്ക് കാണാവുന്ന രൂപത്തിൽ ആക്കിയെടുത്തത്. ഇനി നമ്മളത് ഉള്ളിലേക്ക് കഴിക്കുന്ന സമയത്ത് അപ്പോഴും അഗ്നി, അതും സൂര്യൻ്റെ ചൂട് തന്നെയാണ്. അഗ്നി അവിടുന്ന് തന്നെയാണല്ലോ രൂപപ്പെടുന്നത്. അപ്പം ആ സൂര്യൻ്റെ ചൂടിലല്ലേ ഇത് മുഴുവൻ ദഹിപ്പിക്കണേ ചൂട് വേണം. ഇനി ആ ചൂട് കൊണ്ട് തന്നെയാണ് ദഹിച്ച ആഹാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പലതായി അങ്ങനെ ലിവറിലൂടെയൊക്കെ കടന്നുപോയി രക്തമായി മാറുന്നത്. ആ രക്തവും ചൂടില്ലെങ്കിൽ രക്തത്തിന് അതുപോലെ നിലനിൽക്കാൻ പറ്റില്ല. അത് കട്ട പിടിച്ച് ചത്തുപോകും നമ്മൾ. അപ്പം ജീവനെ നിലനിർത്തുന്നതിൽ ഇവർക്കൊക്കെ വലിയ പങ്കുണ്ട്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ആഹാരം രൂപപ്പെടുന്ന സൂര്യനെ കൊണ്ടാണ്. രൂപപ്പെട്ട ആഹാരത്തെ ചൂടാക്കി നമ്മൾ അതിനെ വേവിക്കുന്നതും അഗ്നി കൊണ്ടാണ്. ആ അഗ്നിയിൽ നിന്ന് എടുത്ത ഭക്ഷണം നമ്മൾ ശരീരത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അഗ്നി തന്നെയാണ് ദഹിപ്പിക്കുന്നത്. അഗ്നിയിൽ നിന്നാണ് ഇതൊക്കെ രൂപപ്പെടുന്നത്. എല്ലാം ഒരേ അഗ്നിയുടെ പല വിധത്തിലുള്ള അതിൻ്റെ പ്രസൻസിൽ ഇങ്ങനെ പല രൂപങ്ങളായി മാറുന്നു. നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റും. ഒരേ അഗ്നി തന്നെയാണ് ആഹാരത്തെ രൂപപ്പെടുത്തുന്നതും ആഹാരത്തെ ദഹിപ്പിക്കുന്നതും ആഹാരത്തെ വേവിക്കുന്നതും ആഹാരത്തെ ദഹിപ്പിക്കുന്നതും നമ്മുടെ ശരീരത്തെ നമ്മുടെ ശരീരമായി നിൽക്കുന്നതൊക്കെ അഗ്നി തന്നെയാണ്. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹം ഈ ശരീരത്തെ അവസാനം അഗ്നിയിലേക്ക് കൊണ്ട് സമർപ്പിക്കുന്നത്. അഗ്നിയിലേക്കാണ് അവസാനം ശരീരത്തെ. കാരണം ഇതിനെ ഈ രൂപത്തിലാക്കിയ അഗ്നിയാണ്. നിങ്ങളുടെ ശരീരത്തെ അഗ്നിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കാരണം അഗ്നിയെ മാറ്റി നിർത്തിയ പിന്നെ ശരീരമില്ല. ആഹാരത്തെ അഗ്നിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? അഗ്നി മാറ്റി നിർത്തിയാൽ പിന്നെ ആഹാരമില്ല. അപ്പം അഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂര്യൻ്റെ ചൂട് മുതൽ തുടങ്ങണം എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ. ഇപ്പം എല്ലാം അഗ്നി തന്നെ. കഴിക്കുന്നവനും കഴിച്ചതും കഴിപ്പിക്കുന്ന എല്ലാം അഗ്നി തന്നെ എന്ന് നമ്മൾ പറയുമ്പോൾ ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? എന്ന പോലെയാണ് ഇവിടെ ബ്രഹ്മാർപ്പണം എന്ന് പറയുന്നത്. അപ്പം എന്നാൽ ഊർജ്ജം എന്ന് മാത്രം പറഞ്ഞ പോലെ ബ്രഹ്മം എന്ന് പറയാൻ കാരണം എന്താ? കാരണം അവിടെയാണ് യുക്തിവാദികൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ രണ്ട് ഊർജ്ജമുണ്ട്. ഇത് നിങ്ങൾ നിഷേധിക്കരുത്. നിങ്ങൾ നിഷേധിച്ചിട്ടും കാര്യമില്ല. എല്ലാം ഒരേ ഊർജ്ജം എന്ന് പറയുകയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ജീവൻ വിട്ടുപോവില്ലേ? അപ്പോൾ ഒരു ഊർജ്ജത്തിൽ നിന്ന് എങ്ങനെയാണ് വേറൊരു ഊർജ്ജം വിട്ടുപോകുന്നത്? അതും വിട്ടുപോകുന്നത് ബോധ ഊർജ്ജമാണ്. മരണാനന്തരം ഒരു വ്യക്തിക്കും ബോധമില്ല. ചിന്തകൾ പിന്നെ ആ ശരീരത്തിലില്ല. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ ചിന്തകളായിട്ടാണ് വരുന്നത്. ആ ചിന്തകളാണെങ്കിലോ ഒരച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്നതല്ല. കുട്ടിക്ക് സ്വതസിദ്ധമായ തൻ്റേതായിട്ടുള്ള ചിന്തകളുണ്ട്, തൻ്റേതായ ഇഷ്ടാനിഷ്ടങ്ങൾ. ഇതെവിടുന്ന് വന്നു? ഇതൊക്കെ നിങ്ങൾ പ്രകൃതി കൊണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും. കാരണം ഒരേ വീട്ടിൽ ഒരേ എൻവയറമെൻറ്റിൽ ഒരേ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന കുട്ടികൾ, ട്വിൻസായിട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് പോലും ഒരേ ചിന്താഗതികളല്ല. നിങ്ങൾ എത്ര ജെനറ്റിക്സ് പ്രൂവ് ചെയ്യാൻ നോക്കിയാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റുള്ളൂ, ഈ ചിന്തകൾ. ഇപ്പം ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ചിന്തകൾ മരണാനന്തരം നിലനിൽക്കുന്നു, അംഗീകരിക്കണ്ടേ നിങ്ങൾ? അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരുന്നത് ഇവിടെ ഒരു അനന്തമായ ശക്തി മനുഷ്യനെ നിലനിർത്തുന്നു. അനന്തമായ പ്രകൃതിശക്തിയും
അനന്തമായ ബോധശക്തി. ആ അനന്തതയുടെ ഭാഗമാണ് നാം എന്ന കാര്യം എപ്പോഴും നാം ഓർത്തു വയ്ക്കുക. അനന്തതയുടെ ഭാഗമാണ്, പൂർണ്ണതയുടെ ഭാഗമാണ്, ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്, ഈശ്വരൻ്റെ ഭാഗമാണ്. ഈശ്വരൻ എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ വ്യക്തമായി പറയണം. ഞാൻ ഈശ്വരൻ്റെ ഭാഗമാണ്. ഞാനെന്ന വ്യക്തി ഈശ്വരൻ എന്ന ശക്തിയിൽ നിലനിൽക്കുന്നതാണ്. ഇപ്പം ഞാനെന്ന വ്യക്തി ഉണ്ടാവണമെങ്കിൽ ഈശ്വരൻ എന്ന ശക്തി ഉണ്ടായേ പറ്റുള്ളൂ. സൂര്യനില്ലെങ്കിൽ ആഹാരം ഉണ്ടാകുമോ? സൂര്യനില്ലെങ്കിൽ ചെടി വളരുമോ? സൂര്യനില്ലെങ്കിൽ പ്രപഞ്ചമുണ്ടോ? സൂര്യൻ്റെ ഭാഗമാണിതെല്ലാം. മനസ്സിലായില്ലേ? എല്ലാം സൂര്യൻ്റെ ഭാഗമാണ്. നിങ്ങൾ വെള്ളം കാണുന്ന സമയത്ത് സൂര്യൻ്റെ ഭാഗമാണ് ആ വെള്ളം. സൂര്യനൊന്നും മറഞ്ഞു പോയാൽ പിന്നെ കട്ടയാണ്, ഐസ് കട്ടയാണത്. കഴിഞ്ഞു, അതോടുകൂടി പിന്നെ അത് ഉരുകില്ലല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം സൂര്യൻ്റെ ഒരു മഹാപ്രഭാവം എന്നതുപോലെ ആ സൂര്യനെ പോലും, സൂര്യശക്തിയെപ്പോലും നമുക്ക് കാണിച്ചു തരുന്ന അനന്തമായ ബോധശക്തി. സൂര്യന് പറഞ്ഞ രീതിയിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബോധത്തിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് തളരാനോ തകരാനോ നേരെയാവാനോ നേരെയാവാതിരിക്കാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. സൂര്യന് പാവം പറഞ്ഞ ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് താഴാനും സാധിക്കും, നമുക്ക് ഉയരാനും സാധിക്കും. മനുഷ്യന് ഏത് മെൻറ്റാലിറ്റിയിൽ ജീവിക്കാൻ പറ്റും. അപ്പം ഏത് മാനസികാവസ്ഥയിലും നമ്മൾ ജീവിക്കുന്നതിന് കാരണം മനസ്സ് സ്വതന്ത്രമായതുകൊണ്ടാണ്. ആരാണ് മനസ്സിനെ സ്വതന്ത്രമാക്കിയത്? ശരീരമാണോ? നിങ്ങൾ സ്വയം ചോദിക്കൂ. ശരീരത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്നതാണോ മനസ്സ്? എന്നാൽ മരണസമയത്ത് എന്തേ ശരീരം പിടിച്ചു നിർത്താത്തത്? ശരീരത്തിന് പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. ഇത് ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ ശരീരം എന്തുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുന്നില്ല? രാത്രി ഉറക്കത്തിൽ നിങ്ങൾ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഒരു മനസ്സ് ഉറങ്ങിപ്പോകുന്നു. എപ്പോൾ നമ്മൾ ഉണരുമെന്ന് തീരുമാനിക്കുക ശരീരമാണോ? മനസ്സുണർന്നതിന് ശേഷമാണ് ഇവൻ ശരീരം പോലും അറിയുന്നത് നമ്മൾ ഉണർന്നു എന്നുള്ളത്. ഈ മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമല്ല. എപ്പോൾ വേണമെങ്കിലും ശരീരം വിട്ടുപോകാൻ സാധിക്കുന്ന സ്വതന്ത്രമായ ശക്തിയാണ്. മനസ്സിൻ്റെ സ്വാതന്ത്ര്യം, മനസ്സിൻ്റെ ശക്തി ഇത് ശരീരത്തിൻ്റെതല്ല. ആ മനസ്സിന് പോലും നിലനിൽപ്പ് കൊടുക്കുന്ന മനസ്സിൻ്റെ പിന്നിലുള്ള അനന്തമായ ഊർജ്ജം, എല്ലാറ്റിനും പിന്നിൽ അനന്തമായ ഊർജ്ജമുണ്ട്. അപ്പം മനസ്സിൻ്റെ പിന്നിലും അനന്തമായ ശക്തിയുണ്ട്. അതെങ്ങനെ നമുക്കറിയാൻ പറ്റും? അതിനാണ് ബ്രഹ്മാർപ്പണം. ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ അർപ്പിക്കുക എന്നാണ്. ഇപ്പം കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്ന പാത അർപ്പണത്തിൻ്റെ പാതയാണ്. എല്ലാ മതങ്ങളിലും ഇതുണ്ട്, പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടു. നാം സമർപ്പിക്കേണ്ടത് നാമജപങ്ങളിലാണ്, നമ്മുടെ കർമ്മങ്ങളിലാണ്, കർത്തവ്യത്തിലാണ്, പ്രവൃത്തിയിലാണ്. അതിലാണ് സമർപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് ആസ്വദിച്ച് ചെയ്യുക, അതിൽ മനസ്സ് മുഴുകി ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരും. കാരണം മനസ്സിൻ്റെ ശക്തി ഇരിക്കുന്നത് മനസ്സിൻ്റെ ലയത്തിലാണ്. എപ്പോഴും മറക്കാതിരിക്കുക. നിങ്ങൾക്കൊരു വിഷമം വന്നാൽ നിങ്ങൾ തളരുന്നതുകൊണ്ടാണ്, അത്രയും മനസ്സതിൽ മുഴുകുന്നതുകൊണ്ടാണ്. നിങ്ങൾ സന്തോഷത്തിൽ മുഴുകുന്നതുകൊണ്ട് സന്തോഷമുണ്ടാവും. അപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആത്മീയമായ വിചാരത്തിലേക്ക് കൊണ്ടുവന്നാൽ, അതിൽ മുഴുകിയാൽ, അതിൽ ലയിച്ചാൽ മനഃശക്തി രൂപപ്പെടും. മനഃശക്തി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ നാമജപങ്ങളിലും അവനവൻ്റെ കർത്തവ്യങ്ങളിലും മുഴുകണം. അപ്പം നാമജപങ്ങളിൽ മുഴുകാൻ സാധിച്ചാൽ കർത്തവ്യങ്ങളിലും മുഴുകാൻ പറ്റും. ഇപ്പോൾ നമ്മളൊക്കെ ദുർബലരാവുന്നതിന് കാരണം നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെ നമ്മൾ അമിതമായി ചിന്തിച്ച് ഉത്കണ്ഠപ്പെട്ട് ആശങ്കാകുലരായി അസ്വസ്ഥരായി അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ലോകം വരികയാണെങ്കിൽ ഈ ലോകം ഇന്നിങ്ങനെയല്ല. വാക്സിനേഷൻ കൊണ്ടെല്ലാം തീരുമെന്ന് വിചാരിക്കുമ്പോഴാണ് പുതിയ ഒമിക്രോണിൻ്റെ പ്രവേശനം. അപ്പോൾ ബൂസ്റ്റർ ഡോസ് എടുക്കണം എന്നുള്ള അവസ്ഥയിലേക്കല്ലേ ലോകം പോകുന്നത്. ഇനി ബൂസ്റ്റർ ഡോസ് എടുത്താൽ തന്നെ ഇനി പുതിയ വകഭേദങ്ങൾ, ഇതിനെപ്പോലും തകർക്കുന്ന വകഭേദങ്ങൾ വരില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇപ്പം നമ്മളൊരു കാൽക്കുലേഷനിൽ ജീവിക്കുകയാണ്, ഒരു ഇമാജിനേഷനിൽ ജീവിക്കുകയാണ്. അതുമാത്രം പോരെ, റിയാലിറ്റി കൂടെ വേണം. ആ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ്. എനിക്ക് പലതിനെയും നേരിടാനുള്ള ശക്തി അത് രൂപപ്പെടണം, നമ്മളിൽ വളർന്നു വരണം, വികസിക്കണം. അതൊരു ഓവർനൈറ്റ് കൊണ്ട് രൂപപ്പെടുന്നതല്ല, നിരന്തരമായ സാധന കൊണ്ട് രൂപപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, എപ്പോഴും ഈ മന്ത്രം ഓർമ്മ വരിക. ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ
ഏതൊരു ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണോ ഈ കർത്തവ്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എൻ്റെ ജീവൻ നിലനിൽക്കുന്നത്, ഈ ജീവൻ ഉള്ളതുകൊണ്ട് എനിക്ക് കർത്തവ്യങ്ങളിൽ മുഴുകാൻ സാധിക്കുന്നത്, ഞാൻ എൻ്റെ മനസ്സിനെ അതിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ പുരോഗതി ഉണ്ടാവും, വികസനമുണ്ടാവും. നാമം ജപിക്കുമ്പോഴും മനസ്സിൽ വിചാരിക്കുക, ഞാൻ തന്നെ നിലനിൽക്കുന്നതിന് കാരണം അനന്തമായൊരു ശക്തിയാണ്. ഏതൊരു പരിമിതമായത് നിലനിൽക്കുന്നത് അനന്തതയുടെ ഭാഗമായിട്ടാണ്. എവറി ഫൈനൈറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻഫിനിറ്റ്. ഒരു പൂർണ്ണതയുടെ ഭാഗമേ പരിമിതിക്കുണ്ടാവുള്ളൂ. പരിമിതിയുടെ ഭാഗമല്ല പൂർണ്ണത. മനുഷ്യൻ്റെ ഭാഗമല്ല ഈശ്വരൻ. മനുഷ്യൻ എത്തിച്ചേരേണ്ടതല്ല ഭഗവാൻ. മനുഷ്യൻ അലിഞ്ഞു ചേരേണ്ടതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷെ അവർ മനസ്സിലാക്കിയില്ല. ഹിന്ദുമതത്തിൽ നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവനിലേക്ക് ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ, നാരായണ ഗുരുദേവൻ പറഞ്ഞ. അല്ലെങ്കിൽ ഞാനെന്ന ഭാവമത് തോന്നായിക്ക വേണം, ഇഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ. എഴുത്തച്ഛൻ നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തേ അനഭ്യർത്ഥിതാനപി കാമാനദസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച നമ്രാണാം, നമിക്കുന്നവർക്ക്. ഭട്ടതിരിപ്പാട്. അങ്ങനെ ഏത് ശ്ലോകങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഇതാണ് ക്രിസ്തു മതത്തിൽ പറഞ്ഞ മുട്ടുകുത്തുവിൻ. ഇതാണ് ഇസ്ലാം മതത്തിൽ പറഞ്ഞ നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് മുകളിലേക്ക് നോക്കി, അതൊക്കെ അതൊരു ചടങ്ങാണ്. അവനവനിലേക്ക് ആഴ്ന്നിറങ്ങലാണത്. അവനവനിലേക്ക് മനസ്സിനെ സമർപ്പിക്കലാണത്. അത് മനസ്സിൻ്റെയാണ് സമർപ്പണം. ശരീരം കൊണ്ട് സമർപ്പിക്കുക ആർക്ക്? ഈ ശരീരം എത്ര ദൈവങ്ങളുടെ അടുത്ത് എത്ര സ്വർഗത്തിൽ പോയാലും ഇത് മണ്ണിലേക്ക് തന്നെ പോകും. കാരണം ഇത് മണ്ണാണ്. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് ക്രിസ്തു പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ട് പഞ്ചഭൂതാത്മകം ദേഹം. ഇത് പഞ്ചഭൂതങ്ങളാണ്. അപ്പം ഇത് അവസാനം പഞ്ചഭൂതത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പം അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന മഹാവിശേഷത്തെ, അതാണല്ലോ നമ്മളെ ഉണർത്തുന്നതും ഉയർത്തുന്നതും തളർത്തുന്നതും തകർക്കുന്നതൊക്കെ. അപ്പം ആ മനസ്സിനെയാണ് നമ്മൾ ബ്രഹ്മാർപ്പണം. അങ്ങനെ നമ്മൾ മനസ്സ് സമർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഊണ് കഴിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലാനുള്ള കാരണം അതാണ്. കാരണം ഊണ് കഴിക്കുമ്പോൾ 3 കാര്യങ്ങൾ വേണമെന്ന് പറയും. 1, ആഹാരത്തിലുള്ള വൃത്തിയും വെടുപ്പും. 2, കഴിക്കുന്ന സ്ഥലത്തുള്ള വൃത്തിയും വെടുപ്പും. 3, മനസ്സിൻ്റെ വൃത്തിയും വെടുപ്പും. മനസ്സിൽ സന്തോഷമുണ്ടോ ആഹാരം നന്നായി ദഹിക്കും. മനസ്സിൽ ഇഷ്ടമില്ലായ്മയുണ്ടോ ആഹാരം പോയിസണായിട്ട് മാറും, വിഷമായിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കൊളസ്ട്രോൾ തുടങ്ങിയതൊക്കെ രൂപപ്പെടുന്നത്. നിങ്ങൾ ഇഷ്ടമില്ലാത്തത് എന്ത് കഴിക്കുന്നോ അത് മര്യാദയ്ക്ക് ദഹിക്കില്ല. ഇഷ്ടത്തോടെ നിങ്ങൾ എന്ത് കഴിക്കുന്നോ അത് ദഹിക്കും. നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട സെക്രീഷൻസൊക്കെ ഉണ്ടായി അത് കൃത്യമായി ദഹിച്ചിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള ഒരു ആസിഡ് ഫോർമേഷൻ ശരീരത്തിലുണ്ടാവും. അത് പകുതി ദഹിക്കില്ല, അത് ഗ്യാസ്ട്രിക് ആവും, ഉള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. മനസ്സ് വളരെയധികം പ്രധാനമാണ്. ആ മനസ്സിൻ്റെ സന്തോഷം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധ, ബ്രഹ്മകർമ്മ സമാധിന. കഴിക്കുന്നവനും ബ്രഹ്മം, കഴിക്കുന്നതും ബ്രഹ്മം, എല്ലാം ഒരേ ശക്തി. ഞാനൊരു നിമിത്തം മാത്രമായിട്ട് ഞാനിത് ആസ്വദിക്കുന്നു. ഈ ഭക്ഷണം കഴിച്ചുള്ള ഊർജ്ജം എനിക്ക് നന്മ ചെയ്യാനും സമൂഹത്തിൽ നന്മ പകരാനും സാധിക്കട്ടെ എന്നുള്ള ഭാവന. അപ്പം അതുകൊണ്ട് ഈ ശ്ലോകം അതിഗംഭീരമാണ്. കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം. വേദവ്യാസ കവിത